ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ എക്കാലത്തെയും ജനപ്രിയ പരമ്പരകളിലൊന്നായ ക്യോം കി സാസ് ഭി കഭി ബഹു ഥി 25 വർഷങ്ങൾക്ക് ശേഷം പുതിയ ഭാവത്തിൽ തിരിച്ചു വരുന്നു. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് രാജ്യവ്യാപകമായി പ്രശസ്തി നേടിക്കൊടുത്ത തുളസി വീരാനി എന്ന ഐക്കോണിക് കഥാപാത്രമായി അവർ വീണ്ടും എത്തുമ്പോൾ പരമ്പരയുടെ പ്രമോ നിർമ്മാതാക്കൾ പുറത്തുവിട്ടു കഴിഞ്ഞു. 15 വർഷത്തിന് ശേഷമാണ് സ്മൃതി അഭിനയത്തിലേക്ക് തിരികെ എത്തുന്നത്. ജൂലൈ 29 മുതൽ രാത്രി 10:30 സ്റ്റാർ പ്ലസിലും ജിയോ ഹോട്ട്സ്റ്റാറിലുമാണ് പരമ്പര സംപ്രേഷണം ചെയ്യുക. സ്മൃതി ഇറാനി, ഏക്ത കപൂർ, സ്റ്റാർ പ്ലസ്, ജിയോ ഹോട്ട്സ്റ്റാർ എന്നിവർ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പ്രമോ വീഡിയോ പങ്കുവച്ചു കഴിഞ്ഞു. യഥാർത്ഥ പരമ്പരയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കാലത്തെ യുവ പ്രേക്ഷകർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ക്യോം കി സാസ് ഭി കഭി ബഹു ഥി 2 ഒരുക്കുകയെന്നത് ഏക്ത കപൂർ അറിയിച്ചു. സ്മൃതി ഇറാനിക്കും അമർ ഉപാധ്യായയ്ക്കും പുറമെ ഹിതൻ തേജസ്വാനിയും ഭാര്യ ഗൗരി പ്രധാനും പുതിയ സീസണിന്റെ ഭാഗമാകും. ധാബയിൽ ഒരു കുടുംബം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ടിവിയിൽ ക്യോം കി സാസ് ഭി കഭി ബഹു ഥിയുടെ ടൈറ്റിൽ ഗാനം കേൾക്കുന്നിടത്താണ് പ്രമോ ആരംഭിക്കുന്നത്. തുടർന്ന് സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയ തിരക്കുകളെ കുറിച്ചും പരമ്പരയിലേക്ക് മടങ്ങി വരുന്നോ എന്നതിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നുമുണ്ട്. പിന്നീട് തുളസിച്ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് സ്മൃതി ഇറാനി തുളസി വിരാനിയായി പ്രത്യക്ഷപ്പെടുന്നു. തീർച്ചയായും വരും, കാരണം നമ്മുടേത് 25 വർഷത്തെ ബന്ധമാണ്, നിങ്ങളെ വീണ്ടും കാണാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈകൾ കൂപ്പുന്നു. 2000 മുതൽ 2008 വരെയാണ് ക്യോം കി സാസ് ഭി കഭി ബഹു ഥി ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തത്. അമിതാഭ് ബച്ചൻ അവതാരകനായ കോൻ ബനേഗ ക്രോർപതിയോടൊപ്പം ആരംഭിച്ച ഈ ഷോ 7 വർഷത്തോളം TRP ചാർട്ടുകളിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. ഈ പരമ്പര ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമി അവാർഡുകളിൽ നിന്ന് മികച്ച നടി, ജനപ്രിയ വിഭാഗത്തിൽ സ്മൃതി തുടർച്ചയായി 5 അവാർഡുകളും 2 ഇന്ത്യൻ ടെലി അവാർഡുകളും നേടിയിട്ടുണ്ട്. ഇതിനിടെ സ്മൃതി ഇറാനി അമേരിക്കയിലേക്ക് അധ്യാപികയായി പോകുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ലോകത്തിലെ പ്രശസ്ത യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ ബെർക്കിലിയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ ഒരുങ്ങിയാണ് സ്മൃതി ഇറാനി എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. പ്രൊഫസർ യാനിവ് കൊഞ്ചിസ്കിക്കൊപ്പമായിരിക്കും സ്മൃതി ഇറാനി പഠിപ്പിക്കുക എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിവരം. നേരത്തെ IMA ഉദയ്പൂരിലും IMA ബോധ്ഗയയിലും സ്മൃതി ഇറാനി മാനവവിഭവശേഷിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം മാധ്യമ പ്രവർത്തകയായിരുന്നു സ്മൃതി, പിന്നീട് സീരിയൽ നടിയായി, അത് കഴിഞ്ഞ് രാഷ്ട്രീയ നേതാവും കേന്ദ്രമന്ത്രിയുമായി മാറുകയായിരുന്നു. പക്ഷേ ഉത്തർപ്രദേശിൽ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ ശർമ്മയോട് തോറ്റ ശേഷം സ്മൃതി ഇറാനി പിന്നീട് രാഷ്ട്രീയത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വന്നില്ല. അധ്യാപിക റോളിൽ തിറങ്ങാൻ സ്മൃതി ഇറാനിക്ക് കഴിയുമോ എന്ന് പോലും ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്മൃതി ഇറാനി അധ്യാപിക റോളിലേക്കല്ല, മറിച്ച് അഭിനയ രംഗത്തേക്ക് മടങ്ങി വരികയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും.